നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു വേൾഡ് മാപ്പാണ്. പക്ഷെ ഇതിന്റെ രണ്ട് കോണുകളിലായി കാണുന്ന റഷ്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും തമ്മിലുള്ള ദൂരം വെറും 4 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. നമുക്ക് ആദ്യം നമ്മുടെ ഭൂമിയിൽ നിന്നൊന്ന് സൂം ഔട്ട് ചെയ്ത് ഈ റഷ്യയും അമേരിക്കയും ശരിക്കും എവിടെയാണെന്ന് നോക്കാം. ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഏഷ്യയുടെ ഭാഗമായ റഷ്യയും നോർത്ത് അമേരിക്കയിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഭാഗമായ അലാസ്കയുമാണ്. ഇനി ഇവർക്കിടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബെറിങ് സ്ട്രെയിറ്റ് അഥവാ ബെറിങ് കടലിടുക്കാണ്. ഇനിയാണ് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. കാരണം ഇനിയും സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഐലൻഡുകൾ കാണാം. റഷ്യയുടെ ബിഗ് ഡയോമീഡി ഐലൻഡും യുഎസിന്റെ ലിറ്റിൽ ഡയോമീഡി ഐലൻഡ്. ഇവ തമ്മിലുള്ള അകലം വെറും 3.8 കിലോമീറ്ററുകളാണ്. ഇനി ഇൻട്രസ്റ്റിംഗ്ലി വിന്റർ സീസണിൽ ഇവർക്കിടയിലുള്ള കടലിലുള്ള വെള്ളം ഐസായി മാറും. അതായത് ടെക്നിക്കലി ഒരു രാജ്യത്ത് നിന്ന് മറ്റ് രാജ്യത്തേക്ക് കടലിന്റെ മുകളിലൂടെ നമുക്ക് നടന്ന് സഞ്ചരിക്കാൻ കഴിയും. ഇനി ദ ക്രേസിയസ്റ്റ് പാർട്ട് ഈ രണ്ട് ഐലൻഡുകൾ തമ്മിലുള്ള സമയ വ്യത്യാസം 21 മണിക്കൂറാണ്. അതായത് ഇപ്പോൾ യുഎസിന്റെ ലിറ്റിൽ ഡയോമീഡി ഐലൻഡിൽ ഞായറാഴ്ച രാവിലെ 10 മണിയാണെങ്കിൽ ബിഗ് ഡയോമീഡി ഐലൻഡിൽ ഇപ്പോൾ ഓൾറെഡി തിങ്കളാഴ്ച രാവിലെ 7 മണിയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ബിഗ് ഡയോമീഡി ഐലൻഡിനെ ടുമോറോ ഐലൻഡ് എന്നും അമേരിക്കയുടെ ലിറ്റിൽ ഡയോമീഡി ഐലൻഡിനെ യെസ്റ്റർഡേ ഐലൻഡ് എന്നുമാണ് വിളിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ കടലിന് മേലിൽ കൂടെ നടന്ന് റഷ്യയിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോകാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞെങ്കിലും നടക്കാൻ നിൽക്കരുത്. അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ റഷ്യയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ മിലിറ്ററിയുടെ കയ്യിൽ പെടും. പിന്നെ സീനാണ്. ഇതുപോലുള്ള അറിവുകൾക്കായി ഗലീലിയോ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.